വെൽക്കം ബാക്ക് ടു Xylem Learning. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പൊ മിസ്സിന് 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ? എല്ലാവരും നല്ല സുഖമായിട്ട് ഇരിക്കാന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ? അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നുമല്ല മക്കളെ, നമ്മുടെ ബേസിക് സയൻസിൽ ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സോഴ്സസ് ഓഫ് എനർജി അഥവാ ഊർജത്തിന്റെ ഉറവകൾ എന്നുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ? അപ്പൊ ആ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനൊക്കെ എപ്പോഴും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഡിസ്കസ് ചെയ്യാനാണ് മിസ് ഇത് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് നോക്കാം അല്ലെ, എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കേ മക്കളെ, സോഴ്സസ് ഓഫ് എനർജി അഥവാ ഊർജത്തിന്റെ ഉറവകൾ. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്തറിഞ്ഞിരിക്കണം? എനർജി എന്താന്ന് അറിഞ്ഞിരിക്കണം അല്ലെ? എന്താണ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും നല്ല എനർജി ഉണ്ടല്ലേ? മിസ്സിന് ക്ലാസ് എടുക്കാൻ നല്ല എനർജി വേണം, നിങ്ങൾക്ക് ഇത് കേട്ടിരുന്ന് പഠിക്കാൻ നല്ല എനർജി വേണം. പിന്നെ അത് മാത്രമല്ല, നോക്കിക്കേ, ചിത്രത്തിൽ കാണിച്ച പോലെ നടക്കാനും ഓടാനും ചാടാനും തല കുത്തി മറിയാനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എനർജി വേണമല്ലേ? നിങ്ങൾ എല്ലാവരും നല്ല എനർജി ഉള്ള മക്കളാന്ന് മിസ്സിന് അറിയാം. എല്ലാവരും നല്ല എനർജി ആയിട്ട് ഓടിച്ചാടി തുള്ളി കളിച്ച് നടക്കണ മക്കളല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എനർജി ഉണ്ട്, നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണല്ലേ? മിസ്സിന്റെ മക്കൾ എല്ലാവരും വളരെ എനർജറ്റിക് ആണ്. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് ഈ എനർജി കിട്ടുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ നിന്നാണ് നമുക്ക് ഈ എനർജി കിട്ടുന്നത്. നമ്മൾ രാവിലെ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വരികയാണോ ചെയ്യുന്നത്? നിങ്ങൾ അച്ഛനോട് വരുമ്പോ 1 കിലോ എനർജി കൊണ്ടുവരണം എന്ന് പറയാറാണോ? അല്ല, നമുക്ക് എവിടെ നിന്നാണ് ഈ എനർജി കിട്ടുന്നത്? യെസ്, നമ്മള് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നാണ്, നമ്മുടെ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നതല്ലേ? നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ലേ? എല്ലാവരും ഇങ്ങനെ പലതരം ഐസ്ക്രീം, ചോക്ലേറ്റ് അങ്ങനെയൊക്കെ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ പലതരം എനർജി കിട്ടുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ? ഇഡലി, ദോശ, ചോറ്, ജ്യൂസ്, ഹോർലിക്സ്, ബൂസ്റ്റ്, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതല്ലേ? അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. അപ്പൊ മിസ്സിനും മക്കൾക്കും എല്ലാവർക്കും നമുക്ക് ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഊർജം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ നിന്നാണ്, നമ്മുടെ ഫുഡിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എനർജി കിട്ടുന്നത് ഫുഡിൽ നിന്നാണ്, നാം കഴിക്കുന്ന ആഹാരം. അപ്പൊ എന്താണ്? ഒരു ഊർജ സ്രോതസ്സാണ്, അല്ലെങ്കിൽ ഒരു എനർജി സോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എനർജി കിട്ടുന്ന സോഴ്സ് ഏതാണ്? നമുക്ക് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത്? യെസ്, ഫുഡിൽ നിന്നാണ്, ആഹാരത്തിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഫുഡ് ഈസ് ആൻ എനർജി സോഴ്സ്, അല്ലെങ്കിൽ ആഹാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഊർജ സ്രോതസ്സാണെന്ന് നമുക്കറിയാം. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഈ ആഹാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ അമ്മയാണ് നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത് അല്ലേ? നല്ല രുചിയോടുകൂടി അമ്മ നമുക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. എങ്ങനെയാണ് അമ്മ വീട്ടിൽ ആഹാരം ഉണ്ടാക്കാറുള്ളത്? നിങ്ങളുടെ വീട്ടിലൊക്കെ അടുക്കളയിൽ അമ്മ എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് വീട്ടിൽ അമ്മ ആഹാരം ഉണ്ടാക്കാറുള്ളത്? നിങ്ങൾ ചിലപ്പോ വിറകടുപ്പിൽ വെച്ചിട്ടായിരിക്കും അല്ലെ? വിറകൊക്കെ കൂട്ടി വിറകടുപ്പിലായിരിക്കും അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലെ? വീട്ടിൽ ചിലപ്പോൾ ഗ്യാസ് സ്റ്റൗ ആയിരിക്കും, അപ്പൊ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടായിരിക്കും അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ എന്തായിരിക്കും, മണ്ണെണ്ണ സ്റ്റൗ ഒക്കെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാറില്ലേ വീട്ടില്? മണ്ണെണ്ണയൊക്കെ നിറച്ചിട്ട് മണ്ണെണ്ണ സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കാറുണ്ട്? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമുക്ക് എനർജി കിട്ടുന്ന ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ വിറകടുപ്പിലോ ഈ ഗ്യാസ് സ്റ്റൗവിലോ മണ്ണെണ്ണ സ്റ്റൗവിലോ ഒക്കെ വെച്ചിട്ടാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. എങ്ങനെയാണ് ഇതിൽ വെക്കുമ്പോഴേക്ക് ഈ ഭക്ഷണം പാകമായിട്ട് വരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മക്കളെ? എങ്ങനെയാണ് ഈ ഭക്ഷണം പാകമായിട്ട് വരുന്നത്? വിറകടുപ്പിൽ ഇങ്ങനെ വെറുതെ വെച്ചാൽ പാകമായിട്ട് വരുമോ? ഇല്ല അല്ലെ? എന്താണ്? ഈ വിറക് കത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് കത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ മണ്ണെണ്ണ കത്തുന്ന സമയത്തൊക്കെ അവിടെ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരുപാട് ചൂട് ഉണ്ടാവുന്നുണ്ട്. ആ ചൂട് കൊണ്ടാണ് നമ്മുടെ ഭക്ഷണം പാകമായി നല്ല രുചിയും മണമൊക്കെയുള്ള ഭക്ഷണമായിട്ട് വരുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ഈ വിറക് കത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ മണ്ണെണ്ണ കത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്യാസ് കത്തുമ്പോൾ ഉണ്ടാവുന്ന ചൂടിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ചൂട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജിയാണ് ആ ചൂടിന്റെ രൂപത്തിൽ അവിടെ ഉള്ളത്. ആ ഒരു എനർജി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എനർജി തരുന്ന ഈ ഭക്ഷണങ്ങളെല്ലാം പാകമായിട്ട് കുക്കായിട്ട് വരുന്നത് അല്ലെ?
അപ്പൊ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇങ്ങനെ കത്തുമ്പോൾ, ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഈ ചൂട് പുറത്ത് വിടുന്ന അല്ലെങ്കിൽ താപം പുറത്ത് വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ഓൺ ബേണിംഗ്. കത്തുന്ന സമയത്ത് ചൂട് പുറത്ത് വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഫ്യൂവൽസ് അഥവാ ഇന്ധനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്ധനങ്ങളെ കുറിച്ചാണ് നമ്മളിതാ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? സെറ്റ് അല്ലേ എല്ലാവർക്കും? അപ്പൊ എന്താണ് ഇന്ധനങ്ങൾ? അപ്പൊ കത്തുമ്പോൾ ചൂട് പുറത്തു വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അത് നോക്കിക്കേ, വിറക് കത്തിച്ചപ്പോൾ ചൂട് പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ വിറക് അല്ലെങ്കിൽ നമ്മുടെ വിറക് അഥവാ നമ്മുടെ ഫയർവുഡ് എന്ന് പറയുന്നത്, വിറക് അഥവാ നമ്മുടെ ഫയർവുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്ധനമാണ് അല്ലേ? അത് കത്തുമ്പോൾ ചൂട് പുറത്ത് വരുന്നുണ്ട്, അപ്പൊ ഭക്ഷണം പാകാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിറക് എന്താണ്? ഒരു ഇന്ധനമാണ്. അതേപോലെ അടുത്തത് എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ കെറോസിൻ അഥവാ നമ്മുടെ മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ എന്താണ്? മണ്ണെണ്ണ കത്തുമ്പോഴും ചൂട് വരുന്നുണ്ട്, ആ ചൂട് ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം പാകാവുന്നത്. അപ്പൊ ഈ വിറക് എന്ന് പറയുന്നതും മണ്ണെണ്ണ എന്ന് പറയുന്ന ഒക്കെ നമ്മളെ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന ഇന്ധനങ്ങളാണ്, ഫ്യൂവൽസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമാണോ നമുക്ക് ഇന്ധനങ്ങൾ ആവശ്യം? ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമാണോ? അല്ല. നോക്കിക്കേ, ഇവിടെ എന്താണ് മിസ് കാണിച്ചിട്ടുള്ളത്? ഇവിടെ കുറെ കാറുകൾ, നല്ല അടിപൊളി കാറുകളൊക്കെ കാണാം, അടിപൊളി ബൈക്ക് കാണാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ വാഹനങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ? എല്ലാവരുടെ വീട്ടിലും കാറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഓടണം എന്നുണ്ടെങ്കിൽ, കാറ് നന്നായിട്ട് ഓടണം എന്നുണ്ടെങ്കിൽ, ബൈക്ക് നന്നായിട്ട് ഓടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൽ പെട്രോള് വേണമല്ലേ? പെട്രോള് വേണം. അപ്പൊ ഈ പെട്രോൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇന്ധനമാണ്. പെട്രോൾ കത്തുമ്പോൾ കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ കാറും ബൈക്കും ബസ്സും ഒക്കെ ഓടുന്നതെന്ന് നമുക്കറിയാം അല്ലെ? ഇനി അത് മാത്രല്ല, അത് അവിടെ നോക്കിക്കേ, എന്താണ്? നമ്മുടെ കൃഷി, നമ്മുടെ അഗ്രികൾച്ചർ കൃഷി ഫീൽഡിൽ, വയലുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള ട്രാക്ടറുകളും വലിയ വലിയ ട്രക്കുകളൊക്കെ നിങ്ങൾ റോഡുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനെല്ലാം എന്താണ്? ഇതൊക്കെ നമ്മുടെ ഡീസൽ ഉപയോഗിച്ചിട്ട് ഓടുന്ന വാഹനങ്ങളാണ്. അപ്പൊ കുറെ വാഹനങ്ങൾ പെട്രോളിൽ ഓടുന്ന വാഹനങ്ങളുണ്ട്, കുറെ വാഹനങ്ങൾ ഡീസലിൽ ഓടുന്ന വാഹനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഓടാൻ സഹായിക്കുന്നത് ഇത് കത്തുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയിൽ നിന്നാണ്. അപ്പൊ ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമല്ല, ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ ഓടണമെങ്കിലും എന്ത് വേണം? ഫ്യൂവൽസ് അഥവാ ഇന്ധനങ്ങൾ നമുക്ക് വേണം. അപ്പൊ ഈ പെട്രോളും ഡീസലും ഒക്കെ എന്താണ്? ഓരോ ഇന്ധനങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അത് മാത്രമല്ല, ആകാശത്ത് കൂടെ പോകുന്ന വിമാനം ആകാശത്ത് കൂടെ പറക്കുന്ന എങ്ങനെയാണ്? വെറുതെ ഇങ്ങനെ നമ്മുടെ പക്ഷി പറക്കുന്ന പോലെ ഇങ്ങനെ പറക്കുകയാണോ? അല്ല, അതിലും എന്തുണ്ട്? ഇന്ധനം വേണമല്ലേ? ഇന്ധനം കത്തുമ്പോഴാണ് നമ്മുടെ വിമാനം ആകാശത്ത് കൂടെ ഇങ്ങനെ പറക്കുന്നത്. അപ്പൊ വിമാനം കത്താൻ വേണ്ട ഫ്യൂവലിനെ നമ്മൾ എന്ത് പറയും? ഏവിയേഷൻ ഫ്യൂവൽ എന്നാണ് പറയാറുള്ളത്. എന്താ നമ്മൾ പറയാറുള്ളത്? ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയും. ഈ ഏവിയേഷൻ ഫ്യൂവൽ അഥവാ ഏവിയേഷൻ ഇന്ധനം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വിമാനമൊക്കെ ആകാശത്ത് കൂടെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ എന്താണ്? ഇതുപോലുള്ള വാഹനങ്ങൾ ഓടാനും അതേപോലെ നമ്മുടെ ഭക്ഷണം പാകാവാനും ഒക്കെ നമുക്ക് എന്ത് വേണം? ഇന്ധനം വേണമെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഇന്ധനങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അടുത്ത ഒന്നാണ് ഖര ഇന്ധനങ്ങൾ. എന്താണ് ഖര ഇന്ധനങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നോക്കിക്കേ, ഇതവിടെ മിസ് കുറച്ച് വിറക് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ വിറക് അഥവാ നമ്മുടെ ഫയർവുഡ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഫയർവുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖരരൂപത്തിലുള്ള ഇന്ധനമാണ്. എന്താണ് ഖരരൂപത്തിലുള്ള ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോളിഡ് രൂപത്തിലുള്ള ഇന്ധനങ്ങൾ, സോളിഡ് ഫ്യൂവൽസ് ആണ് എന്ത്? നമ്മുടെ ഈ ഫയർവുഡും. പിന്നെ രണ്ടാമത് ഇത് കാണിച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടെ കോൾ അഥവാ കൽക്കരി. കോൾ അഥവാ നമ്മുടെ കൽക്കരിയാണ്. അതും എന്താണ്? അത് ഖരരൂപത്തിലുള്ള സോളിഡ് രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. ദ്രാവക രൂപത്തിൽ വെള്ളം പോലെയാണോ? വെള്ളം പോലെയല്ല, നല്ല കട്ടിയുള്ള നല്ല സ്ട്രോങ് ഹാർഡായിട്ടുള്ള നമ്മുടെ വിറകും കൽക്കരിയും ഒക്കെ എന്താണ്? അപ്പോ ഖര ഇന്ധനങ്ങൾ അഥവാ സോളിഡ് ഫ്യൂവൽസിനുള്ള എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? ഇനി ഇത് നെക്സ്റ്റ് വൺ നോക്കിക്കേ നിങ്ങൾ. അടുത്ത നമ്മുടെ ഫസ്റ്റ് ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ പെട്രോൾ ആണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ ഡീസൽ ആണ്. മൂന്നാമത്തേൽ കാണുന്നത് നമ്മുടെ കെറോസിൻ അഥവാ നമ്മുടെ മണ്ണെണ്ണയാണ്. ഇതൊക്കെ സോളിഡ് രൂപത്തിൽ അല്ലെങ്കിൽ ഖരരൂപത്തിലാണോ കാണുന്നത്? അല്ല അല്ലെ? ഇതെല്ലാം ഏത് രൂപത്തിലാണുള്ളത്? ദ്രാവക രൂപത്തിൽ അഥവാ ലിക്വിഡിന്റെ രൂപത്തിലാണുള്ളത്. ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെയല്ലേ ഉള്ളത്. അപ്പൊ നമ്മുടെ പെട്രോളും ഡീസലും കെറോസിനും ഒക്കെ ഏത് തരം ഇന്ധനങ്ങളാണ്? ദ്രാവക ഇന്ധനങ്ങൾ അഥവാ ലിക്വിഡ് ഫ്യൂവൽസ് ആണെന്ന് നമുക്ക് പറയാം. ദ്രാവക ഇന്ധനങ്ങൾ അഥവാ ലിക്വിഡ് ഫ്യൂവൽസ് ആണെന്ന് നമുക്ക് പറയാം.
മനസ്സിലായോ? അപ്പൊ ഏതൊക്കെയാണ് ലിക്വിഡ് ഫ്യൂവൽസ്? പെട്രോള്, ഡീസല്, കെറോസിൻ, ഇതൊക്കെ എന്താണ്? ലിക്വിഡ് ഫ്യൂവൽസ് അഥവാ ദ്രാവക ഇന്ധനങ്ങളാണ്. ഇത് മാത്രമല്ല, അടുത്ത് നോക്കിക്കേ നിങ്ങൾ, LPG, നമ്മുടെ വീട്ടിലൊക്കെ LPG സിലിണ്ടർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ CNG എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ കുറെ ഓട്ടോറിക്ഷകളും കുറെ കാറുകളും കുറെ വാഹനങ്ങളൊക്കെ നമ്മുടെ CNG ഉപയോഗിച്ചിട്ടാണ് ഓടുന്നത്. പെട്രോളിന് പകരം CNG ഉപയോഗിച്ചിട്ടാണ് ഓടുന്നത്. CNGയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പൊല്യൂഷൻ ഫ്രീ ആണ്. അതായത് പ്രത്യേകിച്ച് ഒരു മലിനം ഒന്നും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കുന്നില്ല, നമ്മുടെ അന്തരീക്ഷത്തിന് ഉണ്ടാക്കുന്നില്ല. വളരെ എന്താ പറയാ, ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആണ് എന്ത്, നമ്മുടെ CNG എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളൊക്കെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, ഏത് രൂപത്തിലുള്ള ഇന്ധനാണെന്ന് അറിയോ? നമ്മുടെ ഗ്യാസ് രൂപത്തിൽ അഥവാ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് ഈ പറഞ്ഞ LPG, CNG, ഹൈഡ്രജൻ. ഇതെല്ലാം എന്താണ്? ഗ്യാസ് ഫ്യൂവൽസ് ആണ്. ഗ്യാഷ്യസ് ഫ്യൂവൽസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ഫ്യൂവൽസ് അല്ലെങ്കിൽ നമ്മുടെ വാതക ഇന്ധനങ്ങളാണ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ഇന്ധനങ്ങളെ തന്നെ അവരെ കാണാൻ, അവരുടെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് നമ്മൾ അവരെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ സോളിഡ് രൂപത്തിലുള്ളതാണ് നമ്മുടെ ഫയർവുഡും കോൾ, നമ്മുടെ കൽക്കരിയും ഒക്കെ. പിന്നെ നമ്മുടെ ലിക്വിഡ് രൂപത്തിലുള്ളതാണ് നമ്മുടെ പെട്രോളും ഡീസലും മണ്ണെണ്ണ, കെറോസിനും ഒക്കെ. വാതക രൂപത്തിൽ, ഗ്യാസിന്റെ രൂപത്തിലുള്ളതാണ് നമ്മുടെ LPG, CNG, ഹൈഡ്രജൻ ഒക്കെ. മനസ്സിലായോ? ഇന്ധനങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഇന്ധനങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ ഈ ഇന്ധനങ്ങളിൽ നിന്നെല്ലാം എനർജി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇത് കത്തുമ്പോഴാണ് അവിടെ എല്ലാം എന്തുണ്ടാവുന്നത്? എനർജി ഉണ്ടാവുന്നത്. അപ്പൊ നോക്കിക്കേ, ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത്. ഈ ഇന്ധനങ്ങളിൽ നിന്ന് എല്ലാം ഊർജം പുറത്തു വരുന്നത് എങ്ങനെയാണ്? ജ്വലനം മൂലം, അതായത് കത്തുമ്പോഴാണ് ഇതിൽ നിന്നെല്ലാം എനർജി വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിനാൽ ഇന്ധനങ്ങളെല്ലാം എന്താണ്? ഊർജ സ്രോതസ്സാണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഓൾ ഫ്യൂവൽസ് ആർ സോഴ്സസ് ഓഫ് എനർജി. എനർജിയുടെ സോഴ്സ് ആണ് അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകളാണ് എല്ലാ ഫ്യൂവൽസും. ഇപ്പൊ നമ്മൾ ഒരുപാട് ഫ്യൂവൽസ് കണ്ടുല്ലേ? ഒരുപാട് ഫ്യൂവൽസ്, സോളിഡ് ആയിട്ടുള്ളതും ലിക്വിഡ് ആയിട്ടുള്ളതും ഗ്യാസ് ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഫ്യൂവൽസ് കണ്ടു. ഈ ഫ്യൂവൽസ് എല്ലാം കത്തുമ്പോഴാണ് എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്യൂവൽസ് എല്ലാം എന്താണ്? എനർജി സോഴ്സ് ആണ്, സോഴ്സസ് ഓഫ് എനർജി ആണ്, അഥവാ ഊർജ സ്രോതസ്സുകളാണെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ എല്ലാവർക്കും? സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ധനം എന്താണ്, ഏതൊക്കെ തരം ഇന്ധനങ്ങളുണ്ട്, ഇന്ധനങ്ങൾ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും കമന്റ് ചെയ്യണം. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.